Hello students, welcome back to Learn 24. In our chapter, അവസാനത്തെ topic ആയ collision theory ആണ് പഠിക്കാൻ പോകുന്നത്. Collision theory propose ചെയ്ത രണ്ട് പേരാണ് മാക്സ് ട്രോട്സ് ആൻഡ് വില്യം ലൂയിസ് in the year 1916 and 1918. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഈ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിയാക്റ്റന്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താൽ മാത്രമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെന്നാണ്. ഇവിടെ റിയാക്ടിങ് സ്പീഷീസ് ഒരു ഹാർഡ് സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ റിയാക്ടിങ് സ്പീഷീസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് ന്യൂ പ്രോപ്പർട്ടീസ് ഉള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് കൊളീഷൻ തിയറിയിൽ പറയുന്നത്. പാർട്ടിക്കിൾ മസ്റ്റ് കൊളൈഡ് വിത്ത് വൺ അനദർ ഇൻ ഓർഡർ ടു റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിയാക്ടിങ് സ്പീഷീസ് അതായത് ഈ ഹാർഡ് സ്ഫിയേഴ്സ് തമ്മിൽ കൊളൈഡ് ചെയ്തിരിക്കണം എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇനി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ റിയാക്ടിങ് സ്പീഷീസിന് അവർക്ക് സ്പെസിഫിക് എനർജി ഉണ്ടായിരിക്കണം. ആ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് കൊളൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവർക്ക് പ്രോപ്പർ ഓറിയൻറ്റേഷനും കൂടി ആവശ്യമുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്. ഇവർ പതുക്കെയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവർ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസസും വളരെ കുറവാണ്. ഇനി അവിടെ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഈ റിയാക്ടിങ് സ്പീഷീസിന് മോർ കൈനറ്റിക് എനർജി കിട്ടും. അങ്ങനെ മോർ കൈനറ്റിക് എനർജി കിട്ടിയാൽ ഇവർ തമ്മിലുള്ള കൊളൈഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മോർ എനർജി ഉണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് കൊളൈഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു ഫാക്ടറാണ്. അതായത് ഇവർക്കൊരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പർ ഓറിയൻറ്റേഷനും കൂടി ഇവർക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ ആണ് NO+O3 will give NO2+O2. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് NO ആണ്, ഇത് O3 ആണ്. O3 എന്താണ്? ഓസോൺ ആണ് അല്ലേ. യെസ്, ഇവർ തമ്മിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഈ NOയിലേക്ക് ഒരു ഓക്സിജൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്താലാണത് NO2 ആവുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഈ ഓക്സിജനും തമ്മിൽ കൂട്ടിമുട്ടിയാൽ റിയാക്ഷൻ നടക്കില്ല. അതേസമയം ഇവിടെയുള്ള നൈട്രജനും ഓക്സിജനും കൂടി കൂട്ടിമുട്ടിയാലാണ് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമ്മൾ കൊളീഷൻ തിയറിയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കൊളീഷൻ തിയറിയിൽ പഠിച്ചു പാർട്ടിക്കിൾസ് മസ്റ്റ് കൊളൈഡ്. പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്താൽ മാത്രമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. മാത്രമല്ല അവർക്കൊരു സഫീഷ്യൻറ്റ് എനർജി ഉണ്ടായിരിക്കണം. സഫീഷ്യൻറ്റ് എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കൊളൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. മാത്രമല്ല അവർക്കൊരു പ്രോപ്പർ അല്ലെങ്കിൽ കറക്റ്റ് ഓറിയൻറ്റേഷനും കൂടി ആവശ്യമുണ്ട്. ഈ 3 മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ കൊളീഷൻ തിയറിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. അടുത്ത വീഡിയോ തൊട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ.